ഇന്ന് വട്ടവടയിലെ സ്ട്രോബെറി തോട്ടത്തിലെ കാഴ്ചകളാണ് കേട്ടോ. ഇത് സ്ട്രോബെറിക്ക് നട്ടിരിക്കുന്നതിൻ്റെ സൈഡിൽ കൂടി നട്ടിരിക്കുന്ന സൺഫ്ലവേഴ്സ് ആണ്, ധാരാളം ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് സ്വന്തമായിട്ട് പിക്ക് ചെയ്ത് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മളിവിടെ ലുലുന്നൊക്കെ മേടിക്കുന്നേക്കാളും നല്ല മധുരമുള്ള സ്ട്രോബെറീസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കേട്ടോ. ഞാനിങ്ങനെ ബാസ്ക്കറ്റ് നിറയെ എടുത്തിടുമായിരുന്നു. നമുക്കത് എത്രത്തോളം എടുക്കുന്നോ അത്രയും നമുക്ക് മേടിക്കാം കേട്ടോ. ആവശ്യാനുസരണം നമുക്ക് മേടിക്കാം. അതുപോലെ തന്നെ സ്ട്രോബെറി എല്ലാത്തിൻ്റെ അടുത്തുകൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ഞാനും ചിക്കും കൂടി ഇങ്ങനെ ഓരോന്നായിട്ട് പിക്ക് ചെയ്യായിരുന്നു. ചിക്കു അത് കഴിച്ചു നോക്കുന്നുണ്ട്. ചിക്കുവിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചിക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട് കൂടിയാണ് സ്ട്രോബെറി. ഇതെന്താണെന്നറിയോ? ഇതാണ് മരത്തക്കാളി കേട്ടോ. ഇതൊരു ഫ്രൂട്ടാണ്, വട്ടവടയിലുള്ളതാണ് കേട്ടോ. ഇത് കാണാനും ഭംഗിയുണ്ട്, എന്നാൽ കഴിക്കാനും ടേസ്റ്റ് ഒരു ഫ്രൂട്ടാണെന്ന് അവർ പറഞ്ഞത്. നമ്മുടെ ബ്രിഞ്ചാളിനോടൊക്കെ ഒരു സാദൃശ്യം വരുന്ന ഒരു ഫ്രൂട്ട്, കാണാനായിട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉള്ളതാണെന്നാണ് പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ല. ഈ കാണുന്നതാണ് ബ്ലാക്ക്ബെറി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബ്ലാക്ക്ബെറി ഇങ്ങനെ നട്ടിരിക്കുന്നത് കാണുന്നത്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ആയി വരുന്നേ ഉള്ളൂ, കൊള്ളാം. ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. അപ്പുറത്തെ സൈഡിലുണ്ട്, പാകമായിരിക്കുന്നുണ്ട്, അത് കാണാം. ബ്ലാക്ക്ബെറിയുടെ ഒരു ചെറിയ പ്ലാന്റ് ഞാൻ മേടിക്കുകയോടി ചെയ്ത് കേട്ടോ, നമുക്ക് വീട്ടിലൊന്ന് വെച്ച് പിടിപ്പിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. ഇത് അവക്കാഡോയാണ്. അവക്കാഡോയും കൂടി അതിൻ്റെ സൈഡിലേക്കൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്.